ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് എൻ്റെ UX ജേണി, പിന്നെ ഇപ്പം ഉള്ള ഇൻഡസ്ട്രിയുടെ ഒരു ട്രെൻഡ് ആൻഡ് ഹൗ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ഡിസൈൻ. പിന്നെ AI കുറെ കാര്യങ്ങളും പിന്നെ കുറെ കാര്യങ്ങളും. ഹായ് ഗൈസ്, ഇന്ന് നമ്മളുടെ ഒരു അനദർ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അർജുൻ. അർജുന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രോ അർജുൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അർജുൻ ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ ആണ് വിത്ത് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ അനിമേഷൻ ഡിസൈൻ. സോ അർജുൻ പ്ലീസ് നിങ്ങൾ തന്നെ പറയൂ. അപ്പം എൻ്റെ പേര് അർജുൻ, ഞാൻ കേരളത്തിലെ കണ്ണൂരിൽ നിന്നാണ്. സോ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ജേർണിനെ പറ്റി പറയുകയാണെങ്കിൽ ഐ ഡിഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ചെയ്തു കോയമ്പത്തൂരിൽ വെച്ചിട്ട്. അവിടെ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് ഡിസൈനിനെ പറ്റിയിട്ടൊന്നും അധികം അറിയില്ലായിരുന്നു. അപ്പം +2 കഴിഞ്ഞായിട്ട് നമ്മുടെ യൂഷ്വൽ മലയാളി പാരൻസ് പറയുന്ന പോലെ ആ ടൈമിൽ നമുക്ക് അധികം റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് എന്താ പറയുക 2007. അതെ. അപ്പം എഞ്ചിനീയറിംഗ് ചെയ്തു. എഞ്ചിനീയറിംഗിന്റെ ഒരു 3-4 കൊല്ലത്തുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ് ത്രിദേവ് പോലെയുള്ള ഫ്രണ്ട്സ് ത്രൂ ഡിസൈനിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നത്. അങ്ങനെ NID കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് ആക്ച്വലി 2013 NIDയുടെ എൻട്രൻസ് എക്സാം എഴുതി, പക്ഷെ കിട്ടിയില്ല. ആദ്യത്തെ തവണ എൻട്രൻസ് പാസ്സായില്ല. അപ്പം ഒരു അടുത്ത കൊല്ലം കൂടെ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഒരു ബ്രേക്ക് എടുത്തു എന്നാണെന്ന് പറയാം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്. അപ്പം ആ ടൈമിൽ ഞാൻ ഒരു 3D ആനിമേഷൻ കോഴ്സ് ചെയ്തു. പിന്നെ എനിക്ക് താല്പര്യമുള്ളത് ആനിമേഷൻ ഫിലിം ഡിസൈനിനേക്കാളും കൂടുതൽ ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് NID പാൽഡി അഹമ്മദാബാദിലുള്ള. അപ്പം അതിനുവേണ്ടി കുറെ മൂവീസ് ഒക്കെ കണ്ടു. അങ്ങനെ ഒരു പരിചയമായിട്ട് എന്നുള്ള ഇതിൽ നല്ല നല്ല മൂവീസ് ഒക്കെ ഇരുന്ന് കണ്ടു. ആ ഒരു കൊല്ലം നന്നായിട്ട് 3D ആനിമേഷൻ കോഴ്സും ചെയ്തു. അത് ഒരു 6 മന്ത്സിന്റെ കോഴ്സായിരുന്നു. അത് ചെയ്തുകൊണ്ട് ആ ഒരു ടൈമിൽ 3D ആനിമേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് കുറച്ച് പരിചയം, മായ ഒക്കെ. അങ്ങനെ 2014 വീണ്ടും എൻട്രൻസ് എക്സാം എഴുതി. ആ തവണ കിട്ടി. ആ തവണ വളരെ എന്താ പറയാ കോയിൻസിഡന്റലി എന്റെ അച്ഛൻ പറഞ്ഞു ഒരു എൻട്രൻസ് മാത്രം എഴുതണ്ട, 2 എണ്ണം അപ്ലൈ ചെയ്യും, 2 ഡിസിപ്ലിൻ അപ്ലൈ ആണ്, അപ് ടു 2 ഡിസിപ്ലിൻസ്. അപ്പം ആനിമേഷൻ ഫിലിം ഡിസൈനും കൂടെ അപ്ലൈ ചെയ്തു. ഞാനാണെങ്കിൽ ഫാദറിനോട് അച്ഛനോട് ആ ടൈമിൽ പറഞ്ഞു എനിക്ക് 2 എണ്ണം ഒന്നും വേണ്ട, ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ ഞാൻ വളരെ ക്ലിയർ ആണ്, എനിക്കത് മതി. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് അയച്ചോ ഓൺ മൈ വേ. പുള്ളിയെ ചെയ്തു. 2 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. വെരി ലക്കിലി 2ഉം ക്ലിയർ ആയി. ദെൻ ഐ ഹാഡ് എ ചാൻസ് ടു പിക്ക് ഏതാ വേണ്ടത്. അങ്ങനെ ആനിമേഷൻ ഡിസൈൻ, ഫിലിം ഡിസൈൻ എടുത്തു. കാരണം അഗൈൻ ആ കോഴ്സിനെ പറ്റി കുറച്ചും കൂടെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അതാണ് കൂടുതൽ എനിക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്. കുറച്ചും കൂടെ ടെക്നിക്കൽ ആണ്, കുറച്ച് ആനിമേഷൻ പിന്നെ വീഡിയോ ക്രിയേഷൻ, കണ്ടന്റ് ക്രിയേഷൻ, ആ ഒരു ലൈനിൽ അലൈൻ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അതെടുത്തു. എന്നിട്ട് പിന്നെ അഗൈൻ 2017 പാസ് ഔട്ട് ആകുന്നത്. അതിന്റെ കൂടെ പ്ലേസ്മെന്റ് ത്രൂ സാംസങ് R&D ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ബാംഗ്ലൂർ, അവിടെ പ്ലേസ്ഡ് ആയി. എന്നിട്ട് അവിടെ ഒരു 7 വർഷം വർക്ക് ചെയ്തു അൺടിൽ റീസെന്റ്. അവിടുന്ന് ഐ ഫെൽറ്റ് ഒരു 7 വർഷം നല്ലൊരു കാലാവധിയാണ്. വളരെയധികം പഠിക്കാൻ പറ്റി, നല്ല കൊളീഗ്സുമായിട്ട് നല്ല നല്ല പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അതിനുശേഷം ഇപ്പം അവിടുന്ന് ഇറങ്ങി വേറൊരു ഫേമിലേക്ക് ജോയിൻ ചെയ്തു. അഗൈൻ ഓൺ എ കോൺട്രാക്ട് ബേസിസ്. അപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ ഒരു ജോബ് പ്രൊഫൈലിനെ കുറിച്ച് ബ്രോഡ്ലി ഐ തിങ്ക് ഒരു യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ എന്നുള്ളൊരു. യെസ്. അപ്പം ഇപ്പം സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതില് ഒരു പ്രോഡക്റ്റിന്റെ മേലെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അതില് ഒരു സർവേ സോഫ്റ്റ്വെയർ ആണ്. അതില് അതിനെന്തൊക്കെ ഡിസൈൻ വേണോ, ഡെസിഗ്നേഷൻ ഇപ്പം ടെക്നിക്കലി പ്രോഡക്റ്റ് ഡിസൈനർ ആണ്. അപ്പം അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും, സ്റ്റാർട്ടിങ് ഫ്രോം യൂസർ റിസർച്ച് ടു ദ എൻഡ് പ്രോഡക്റ്റ്. അതിലെവിടെയാണോ ആവശ്യം വരുന്നത് അതിനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ കാണാം. വലിയൊരു ഫേമിലാകുമ്പോൾ യു മൈറ്റ് ഹാവ് ടു ജസ്റ്റ് ഡു വൺ തിങ്. പക്ഷെ ഇവിടെ എൻഡ് ടു എൻഡ് പോലെ. അപ്പൊ എനിക്ക് ഈ ആൾക്കാര് എന്താണ് ഈ UI ഡിസൈൻ, അതുപോലെ തന്നെ ഇപ്പോ അതില് ഉള്ള സ്കോപ്പ് എന്താണ്? ഇസ് ഇറ്റ് റിയൽ? ഇപ്പൊ ഇത്രയും കാണിക്കണ പോലെ അത്രയും അബണ്ടന്റ് ആയിട്ട് സ്കോപ്പ്
അതോ അത് വേറെ ആൾക്കാർക്ക് അറിഞ്ഞൂടാനാണ് അവരെല്ലാം UI വെബ്സൈറ്റ് എന്നുള്ള ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കുന്നത്. പെർസ്പെക്റ്റീവ്സ് ആണ്, എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ ഒപ്പീനിയനെ പറ്റി പറയാം. UX ഡിസൈൻ എല്ലാ കാര്യത്തിലും വേണ്ടതാണ്. അത് ഇപ്പം ഒരു പ്രോഡക്റ്റ്, ഒരു ഓട്ടോമൊബൈൽ പോലുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പോലുള്ള ഒരു പ്രോഡക്റ്റ്, അതുകൂടാണ്ട് എല്ലാ ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും നല്ല ഡിസൈൻ ഉണ്ടെങ്കിൽ ലൈഫ് വളരെ ഈസിയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, നമുക്ക് ഈ ഹ്യൂമൻസിന് എൻഗോൾ ഏറ്റവും അവസാനം എത്തേണ്ട ഒരു അവസ്ഥ ആലോചിക്കുന്നത് സംഭവിക്കും. നോ UX. നമ്മള് ആ ഒരു ജേണിയിലാണ് ഇന്ന്. നമ്മള് പഴയ കാലത്ത് നിന്ന് ഇപ്പം പുസ്തകം എന്നുള്ള ഒരു രൂപത്തിൽ നിന്ന് കുറെ കൂടെ മുന്നോട്ട് വന്ന് സ്ക്രീനുകളായി, കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി മനസ്സ് വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതിലേക്ക് പോകും. അതിനുശേഷം പിന്നെ മനസ്സ് തന്നെ ആയിരിക്കും കാര്യങ്ങൾ ആലോചിക്കുന്നതിന് കണക്കായിട്ട് സംഭവിക്കും. വാട്ടെവർ യു ആർ തിങ്കിങ്. അപ്പൊ അതൊരു നോ UX എന്നുള്ള ഇതിലേക്ക്. അപ്പൊ ആ ഒരു ജേണിയിലുള്ളിടത്തോളം കാലം നമുക്ക് എല്ലാവർക്കും അതിന്റെ ഒരു റെലവൻസ് ഉണ്ടാവും. രൂപം മാറിക്കൊണ്ടിരിക്കും. ഫോൺ എന്നുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ മേ ബി AR ഗ്ലാസ്, VR ഗ്ലാസ് ഒക്കെ ആവാം. ഞാൻ സാംസങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് പേഴ്സണലി വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയായിരുന്നു XR. അതായത് AR ഉണ്ട്, ഓഗ്മെന്റഡ് റിയാലിറ്റി, VR ഉണ്ട്, വെർച്വൽ റിയാലിറ്റി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഒരു കമ്പൈൻഡ് ടേമാണ് XR. XA ആവാം VR. അപ്പൊ അതാണ് XR എന്ന് ഉദ്ദേശിക്കുന്നത്. മൈക്രോസോഫ്റ്റ് MR എന്ന് വിളിക്കും, മിക്സ്ഡ് റിയാലിറ്റി. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു അംബ്രല്ല ടേമാണ് XR. അപ്പൊ അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അഗൈൻ അതിനും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമ്മള് ലോകമെമ്പാടും ഇത്രയും ആൾക്കാർ ഫോൺ എന്നുള്ളൊരു ഇത്രയും പരിചയം, ഇനി അതിൽ നിന്ന് മാറി പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇത് നോക്കണ്ടേ, നിങ്ങൾ മുഖത്ത് വെക്കാൻ ഇപ്പൊ ഞാനും പ്രത്യേകം സ്പെക്സ് ഇടുന്ന ആൾക്കാരാണ്. നമുക്ക് എളുപ്പമായിരിക്കും, നമ്മള് വലിയ പരാതിയില്ലാതെ ചെയ്യും. പക്ഷെ സ്പെക്സ് ഒന്നും വെക്കാത്ത ഒരാൾക്ക് ആ ഒരു റിസർവേഷൻ ഉണ്ടാവും. ഞാൻ അത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്നതിൽ മേ ബി അവര്. അപ്പം ഇങ്ങനെയുള്ള ഒരു ജേർണിയില് ഡെഫിനറ്റ്ലി ഇനിയും നമ്മൾ കുറെ പോകാനിരിക്കുന്നു. അപ്പം അതിൻ്റെതായ വാല്യൂ ഉണ്ടാവും, അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. എഗൈൻ ഐ റിപ്പീറ്റ്, ഫോം ഫാക്ടറും അതിന്റെ രൂപമൊക്കെ മാറി വരാം. പക്ഷെ അതിലും പല വിധത്തില് നമ്മള് തോട്ട് അപ്ലൈ ചെയ്ത് എങ്ങനെ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എത്ര എളുപ്പമായ രീതിയിൽ ചെയ്യാം. ഫോണിന്റെ ഒരു കാര്യത്തിലാണെങ്കിൽ, ഒരു ആപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ എത്ര കുറഞ്ഞ ടാപ്പിൽ നമുക്ക് യൂസേഴ്സിന് കംപ്ലീറ്റ് ചെയ്യാം. അതാണല്ലോ എല്ലായിടത്തും അതാണ് എല്ലാവരുടെയും ഗോൾ. അപ്പൊ അത് കണ്ടിന്യൂ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം എന്റെ കാഴ്ചപ്പാടിൽ വളരെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് AI ആണ്. അത് കുറെ കാര്യങ്ങളില് നമ്മുടെ ഇപ്പൊ ഒരു 100 meters ഓടാനുള്ള ഒരു ടാർഗറ്റ് ആണെങ്കിൽ AI-ന്റെ സഹായത്തോടെ അതൊരു 20 meters നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ബാക്കി ഉള്ളത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ സ്റ്റാർട്ടിങ് ഹെഡ് സ്റ്റാർട്ട് എങ്ങനെ കിട്ടും അത് നമ്മൾ പരിചയപ്പെടേണ്ടിയിരിക്കും. അത് നമ്മളെ ഒരു ആവശ്യമാണ്. നമ്മള് അതൊരു ലേണിംഗ് എഫേർട്ടായിട്ട് എടുക്കണം. നമ്മളെല്ലാരും തന്നെ ഓൾറെഡി വർക്ക് ചെയ്യാൻ തുടങ്ങിയവർക്ക് ദേ ഹാവ് ടു കണ്ടുപിടിക്കണം പുതിയ ടൂൾസ് എന്തൊക്കെയാണ്, അതുമായിട്ട് പരിചയപ്പെടണം. പുതിയൊരാള് ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇന്ന് UX ഡിസൈനിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവർ ഓൾറെഡി ആ ടൂൾസുമായിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അവരാ പഴയ ഇപ്പൊ ആനിമേഷന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ പഴയ ഡിസ്നിയുടെ ആനിമേഷൻ ഒക്കെ ഹാൻഡ് ഓൺ പേജ് ബൈ പേജ് അവർ ഫ്ലിപ്പ് ചെയ്ത്. ഇന്ന് അത് ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല, കുറെ ഹെഡ് സ്റ്റാർട്ട് കിട്ടുന്നത്. പക്ഷെ ചെയ്യുന്നവർ ചെയ്യും, അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് ഫ്രഷ് പെർസ്പെക്റ്റീവ്സ് ആണ്, ഫ്രഷ് സ്റ്റാർട്ട് ആണ്. അപ്പൊ അങ്ങനെ ഒരു ട്രജക്ടറി പേഴ്സണൽ ഒപ്പീനിയൻ കാണുന്നു. അതിൽ നമുക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നമ്മള് വി ഹാവ് ടു ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എടുത്തിട്ട് വി ഹാവ് ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ്. അങ്ങനെയാണ് എന്റെ ഒരു ഈ എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ. നമ്മളിപ്പോ ഞാൻ പ്രൈമറി ഇൻഡസ്ട്രിയൽ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അവിടെയാണെങ്കിലും നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളതിന് ഫിസിക്കൽ എക്സ്പീരിയൻസിനാണ് ഏറ്റവും പ്രൈമറി എന്റെ തോട്ട്.
അത് കഴിഞ്ഞിട്ട് ആണ് മേ ബി ഇഫ് ഇറ്റ് ഇസ് ഡിജിറ്റൽ ആണെങ്കിൽ ഡിജിറ്റൽ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ പിന്നെ ഞാനും കുറച്ച് നമ്മുടെ ഫിഗ്മ പിന്നെ XD എല്ലാം ട്രൈ ചെയ്ത് അത് ഫണ്ണാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. To make all prototypes. Yes. Low fidelity activity. I believe ഇനിയുള്ളതും ഈ എക്സ്പീരിയൻസ് ആണ് വാട്ട് ഈസ്. കാരണം നമ്മൾ പഴയ നോക്കിയ ഫോൺസും സോണി എറിക്സൺ അതെല്ലാം പോയിട്ട് ഇപ്പൊ എല്ലാം ഒരു ഭാരമായിരിക്കും. അതിലാകെ നമുക്ക് കൂടുതൽ ചെയ്യാന്ന് വെച്ചാൽ അതിലുള്ള എക്സ്പീരിയൻസ്. അത് പ്രതീക് പറഞ്ഞ പോലെ അതിലും ഫോം ഫാക്ടർ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാരും ആ ഒരു ഗ്ലാസ് സ്ലാബ് എന്നുള്ള ഒരു ഫോം ഫാക്ടർ ആയിട്ട് പരിചയപ്പെട്ടു പോയി. ആരും നമ്മള് ഈ ഒരു കഴിഞ്ഞ ഒരു 5 കൊല്ലം നോക്കുവാണെങ്കിൽ ഫോൺ മാനുഫാക്ചറേഴ്സ് മേ ബി നത്തിങ്ങിന്റെ ബ്രാൻഡ് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ട്രൈ ചെയ്യുന്നത്. അവരും അവരുടെ ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനുള്ള ഭാഗത്തിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു CMF റേഞ്ച് ഉണ്ടല്ലോ, കളർ മെറ്റീരിയൽ ഫിനിഷ്. അപ്പൊ അവര് കുറച്ച് അവര് മോഡുലർ പോലെ ഫോണിന്റെ ബാക്കിൽ ഇങ്ങനെ ക്ലിക്ക് സ്റ്റാൻഡ് വെക്കാം, സ്ക്രൂ ചെയ്തിട്ട്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡിസൈൻ പെർസ്പെക്ടീവിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അവരാണ് കുറച്ചെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവര് ആപ്പിൾ, സാംസങ് ഇവര് പരസ്പരം നമുക്ക് ഹൈട്രേറ്റീവ് ആയിട്ട് ഫോൺസ് ഇറക്കിക്കൊണ്ടിരിക്കും. ആപ്പിൾ ആദ്യം iPhone 16 അടുത്ത് ലോഞ്ച് ആയല്ലോ, ഇനി സാംസങ് അതിനെ നോക്കും. എന്നിട്ട് നമുക്കും ഇതിനോട് സിമിലർ ആയിട്ടുള്ള ക്യാമറയുടെ ഓറിയന്റേഷൻ നീളത്തിൽ വെക്കാം. സോ അത് വി ആർ സീയിങ് ഇറ്റ്. നമ്മൾ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കും കംപ്ലൈന്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അവർക്കും കാശുണ്ടാക്കണ്ടേ. ദേ നീഡ് ദ മണി, ദേ നീഡ് ദ ക്യാഷ് ഫ്ലോ. അപ്പൊ അവരുടെ പെർസ്പെക്റ്റീവിലും ഇറ്റ്സ് റീസണബിൾ. പക്ഷെ നമ്മള് ആസ് കൺസ്യൂമേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കൊല്ലത്തെ ഫോൺ മോഡൽ മേ ബി സ്കിപ്പ് ചെയ്യാം. കാരണം എല്ലാവരും ഫോൺ വാങ്ങുന്നത് അത്ര ഈ സെയിം പെർസ്പെക്റ്റീവിൽ തന്നെ എനിക്ക് തോന്നുന്നു റാബിറ്റ് AI എന്ന് പറഞ്ഞ അവരുടെ സിസ്റ്റം കൊണ്ടുവന്നു. പക്ഷെ അത് ഇനീഷ്യൽ ലുക്കിൽ അത് ഇന്നോവേറ്റീവ് ഇതുവാണെങ്കിലും അത് എത്രത്തോളം യൂസേഴ്സിന് അത് ഉദ്ദേശിക്കണോ അവരുദ്ദേശിക്കണ പോലെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചില എനിക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് ആൾക്കാർ അതിനെ പെട്ടെന്ന് തന്നെ കോയിൻ ചെയ്തായിരുന്നു AI in a box. ആ ഒരു ടേമിലേക്കാണ് നമ്മള് MKBHD പോലെയുള്ള വലിയ വലിയ റിവ്യൂസ് ഒക്കെ ആ ഒരു കാറ്റഗറിയിലേക്കാണ് തന്നെ തള്ളിയത്. അത് AI-നെ ഒരു പ്രോഡക്റ്റ് ആക്കാൻ നോക്കിയത്. അപ്പൊ നമ്മള് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ഫോൺ എന്ന് പറഞ്ഞ സംഗതിയായിട്ട് അത്രയും യൂസ്ഡ് ആയി. ഇനി ഈ ഫോണ് കൂടാതെ AI-ന് വേണ്ടിയിട്ട് റാബിറ്റിനെ കൂടെ കൊണ്ടുനടക്കാന്നുള്ളത് നടന്നില്ല. അവര് ട്രൈ ചെയ്തു, നടന്നില്ല. അതേപോലെ സിമിലർ എക്സാമ്പിൾ ആണ് ഹ്യൂമിന്റെ AI. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ട സംഗതി. അതും ഓൾമോസ്റ്റ് ഈ ഫോണിനകത്ത് തന്നെ AI പോലെ വേറൊരു സംഗതി കൊണ്ടുനടക്കേണ്ട ഒരു അവസ്ഥയാണോ നമുക്ക് വേണ്ടത്? അത് അഗൈൻ ആൻസർ ഇസ് വെരി ക്ലിയർ. അവരെത്ര ട്രൈ ചെയ്താലും ആൾക്കാർ വാങ്ങുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ എ നീഷ്. ചിലർക്ക് വളരെ യൂസ് വന്നത് തരാം, അവരത് ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ മെജോറിറ്റി ഓഫ് ദ യൂസേഴ്സ് ഇതുമായിട്ട് പരിചയപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഈ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ കൂടുതൽ പുതിയ പിക്സൽ 9 പുതിയ സാംസങ്ങിലും അവർ AI-നെ വല്ലാണ്ട് ഹാർഡ്വെയർ സൈഡില് ഓൾമോസ്റ്റ് ആ പീക്ക് അവിടെ എത്തിയിരിക്കുകയാണ്. ഞാനും അതുമായിട്ട് അഗ്രി ചെയ്യുന്നു. ഞാനും പറയാ ഹാർഡ്വെയർ വൈസ് ആ ഒരു ഫോം ഫാക്ടറില് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു പ്ലാറ്റോ ആയി തുടങ്ങി. ഇനി എന്തെങ്കിലും ഇപ്പം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കഴിഞ്ഞൊരു ഞാൻ സാംസങ്ങിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഫോണിന്റെ എല്ലാം ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പരിചയപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. അപ്പൊ എനിക്കിഷ്ടമുള്ള കുറെ യൂട്യൂബ് ചാനലുകളുണ്ട്. MKBHD, പിന്നെ മിസ്റ്റർ ഹൂസ് ദ ബോസ്, ജെറി റിക്ക് എവരിത്തിങ്, ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിന്യൂസ് കാണുന്നത്. അപ്പൊ എന്റെ ഒരു ഒബ്സർവേഷനിൽ ഫോൺ എന്ന് പറഞ്ഞ ഫോം ഫാക്ടറിൽ നമ്മള് ആ സ്ക്രീന് മാക്സിമം വലുതാക്കി വന്നു. പിന്നെ ക്യാമറ സ്ക്രീനിന്റെ അടിയിൽ പോയി, അതും ട്രൈ ചെയ്തു. അത് ഓൾമോസ്റ്റ് അതിന്റെ ഒരു നല്ല ഫോമിൽ എത്തി തുടങ്ങി. സെൽഫി ക്യാമറ സ്ക്രീനിന്റെ അടിയിൽ പോകുന്ന അവസ്ഥ അതെല്ലാരും അഡാപ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഓൾമോസ്റ്റ്. പിന്നെ ഫിംഗർ പ്രിന്റ് റീഡർ സ്ക്രീനിന്റെ അടിയിൽ പോയി, അതൊക്കെ ഇപ്പൊ വളരെ നോർമലായി. പക്ഷെ ആ ഒരു ലെവൽ ഇന്നോവേഷൻ ഇപ്പം കാണുന്നില്ല. കഴിഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു 3 years ആയിട്ട് രണ്ട് സൈഡ്, ആപ്പിൾ ആയാലും സാംസങ് ആയാലും ഈവൺ അതർ ബ്രാൻഡ്സ്
ഒരു പ്ലാറ്റോ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കാണാൻ താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ സ്ക്രീനിന്റെ അടിയിലേക്ക് വരുന്നത്, അത് മെയിൻ സ്ട്രീം ആയിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, ഓക്കെ ഇത് അവർ മാനേജ് ചെയ്തു. അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഇന്നോവേഷൻ കാണുന്നില്ല. ഓഫ് കോഴ്സ് ദേ ആർ ഡൂയിങ് 10% CPU പെർഫോമൻസ്, ഞാൻ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നില്ല, ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല, അതൊക്കെ നല്ല തന്നെ. പക്ഷെ നമ്മള് യൂസ് ടു ആയിരുന്നത് ആ 10% ഇംപ്രൂവ്മെന്റ്സ് പ്ലസ് സം അതർ ഹാർഡ്വെയർ ആയിരുന്നു. ആ ഒരു ഹാർഡ്വെയർ ആസ്പെക്ട് മിസ്സിംഗ് ആയതോടെ നമുക്ക് ഒരു പ്ലാറ്റോ ആകുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ സൈഡിലാണ് ഇപ്പം AI ഒരു ബസ് വേർഡായി, എല്ലാവരും അത് നന്നായിട്ട് പുഷ് ചെയ്യുന്നു. നമ്മള് മേ ബി മെഷീൻ ലേണിംഗ് കഴിഞ്ഞ കുറച്ചു കാലത്ത് ഒരു ബസ് വേർഡ് ആയിരുന്നു. ഇപ്പം നമ്മൾ കണ്ടെടുത്തോളം AI ആണ് എല്ലാ കമ്പനീസും എല്ലാ ബ്രാൻഡ്സും പുഷ് ചെയ്യാൻ നോക്കുന്നു. ഡിസൈൻ ഫീൽഡ് ആസ്പിറൻസിന് ഇപ്പോ UX എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. അതിലിപ്പോ എങ്ങനെയാണ് സ്കോപ്പുകളും അതിൽ കീ ആയിട്ട് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? UX ഡിസൈനർ ആവണമെങ്കിൽ, നല്ലൊരു UX ഡിസൈനർ ആവണം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പിന്നെ ഒരു ഓവറോൾ ക്യൂരിയോസിറ്റി. ഞാൻ അതാണ് ഇപ്പൊ എന്നെ തന്നെ ഞാൻ ഇന്ന് UX ഡിസൈൻ മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന പഠിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ക്യൂരിയോസിറ്റി, എന്ത് മേഖലയായിട്ടും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് അതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, അതെങ്ങനെ എളുപ്പമാക്കാം, അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഏർജ് ടു സോൾവ് പ്രോബ്ലംസ്, അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് വരാനുള്ള ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ് ഇറ്റ്സെൽഫ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവിങ്ങിന്റെ കൂടെ തന്നെ ഇത് കുറച്ചും കൂടെ എളുപ്പമാകാമായിരുന്നില്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് നല്ലൊരു ഫീൽഡാണ് അത്. നമ്മള് ദിനംപ്രതി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ അതുമായിട്ട് യൂസ് ടു ആവുക. അതിന് പകരം ഇത് നമുക്ക് എങ്ങനെ എളുപ്പമാകാം. പലരും എന്തെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ തെറ്റായിട്ട് ആപ്പ് ക്ലോസ് ചെയ്തു പോയി, അല്ലെങ്കിൽ ഞാൻ ആപ്പിന്റെ എക്സാമ്പിൾ പറയുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അതിപ്പം ഡ്രൈവിംഗ് ആവാം, അല്ലെങ്കിൽ വേറെ ലൈഫിന്റെ എന്ത് ആക്ടിവിറ്റി ആവാം, അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എറർ വരുമ്പോൾ നമ്മളെ ബ്ലെയിം ചെയ്യും. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഈ സംഗതി എന്തുകൊണ്ട് എനിക്ക് നാച്ചുറലി യൂസ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഗുഡ് UX ഇസ് ഇൻവിസിബിൾ. നമ്മള് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സംഗതി നമ്മളറിയാതെ തന്നെ വളരെ നാച്ചുറലി നമ്മൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് UX ഡിസൈൻ. പക്ഷെ ആ യൂസർ ജേർണി കംപ്ലീറ്റ് ആയതുകൊണ്ട് ആരും പിന്നോട്ട് പോയി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. എന്റെ എക്സാമ്പിളില് എനിക്ക് തോന്നുന്നത് ഇൻഡിഗോയുടെ ഒക്കെ ഫ്ലൈറ്റ് ബുക്കിംഗ് ജേർണി, എനിക്കതില് വേണ്ടുന്ന കാര്യം കറക്റ്റ് ആയിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയ പോലെ, അത് ആ ടൈമിൽ ഞാൻ റിയലൈസ് ചെയ്യുന്നില്ല. ഞാൻ വേണ്ടുന്ന സാധനം സീറ്റ് സെലക്ട് ചെയ്യുന്നു, ഫുഡ് വേണോ വേണ്ടയോ ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു, ഇൻഷുറൻസ് ചെയ്യാൻ പറ്റുന്നു, ഫ്ലെക്സിബിൾ ഡേറ്റ് ടൈമിന്റെ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നു, പിന്നെ പേയ്മെന്റ് ആൻഡ് ഐ എം ഔട്ട്. എനിക്കെന്തുകൊണ്ടോ അത് വളരെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ട് തോന്നി. മേ ബി അവരത്രയും കാശ് ചെലവിട്ട് ഡിസൈൻ ചെയ്തതാവാം. പക്ഷെ എനിക്ക് തോന്നുന്നത് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ എക്സ്പീരിയൻസിൽ എയർടെലിന്റെ സിം എടുക്കുന്ന അല്ലെങ്കിൽ സിം പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഐ തിങ്ക് ഞാൻ വോഡാഫോണിൽ നിന്ന് എയർടെല്ലിലേക്ക് പോർട്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. വളരെയധികം റോഡ് ബ്ലോക്ക്, എനിക്ക് എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടായി. അപ്പം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് വോഡാഫോൺ അല്ലെങ്കിൽ എയർടെൽ പോലുള്ള ഇത്രയും വലിയ കമ്പനീസ് അവർക്ക് 2-3 ഡിസൈനറിനെ സ്പെയർ ചെയ്ത് ഈ ഒരു സംഗതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് യൂസർ ജേർണി സ്മൂത്ത് ആക്കാമായിരുന്നില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും എന്നെ ഹിറ്റ് ചെയ്തു. ഞാൻ അതാണ്, ആര് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിസൈൻ ഫീൽഡിലാണെന്നില്ല, ദേ ഷുഡ് റിയലി തിങ്ക് അബൌട്ട് ഇത് നന്നായി കൂടെ, ഇത് ബെറ്റർ ആയിക്കൂടെ എന്നുള്ളത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച് ഉള്ള ഒരാൾക്ക് പറ്റിയ ഫീൽഡാണ്. ആ പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി, ഇപ്പം പ്രത്യേകിച്ച് ചോദിച്ച പോലെ എങ്ങനെ ഈ ഫീൽഡിൽ കയറി പറ്റാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അത് ഞാൻ ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടു, അതിനെ എന്റെ ഒരു കഴിവ് വെച്ച് ഇങ്ങനെയാണ് സൊല്യൂഷൻ കാണുന്നത്. അത് ജസ്റ്റ് അത് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് ഇനഫ്. ഇറ്റ് ഈസ് എ ഗുഡ് ഷോ. അതൊരു നല്ലൊരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഇൻ ദി എൻഡ് യൂസർ ജേർണി അല്ലെങ്കിൽ
യൂസേഴ്സ് എക്സ്പീരിയൻസ് എളുപ്പമാക്കാം, അല്ലെങ്കിൽ വളരെ നാച്ചുറൽ ആക്കാം. അതാണ് ഇപ്പോഴും നമ്മളൊരു ഗോളായിട്ട് അങ്ങനെയുള്ള ഒരു ഇതിൽ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജനറൽ ആയിട്ട് കുറെ പേര് UX എന്ന് പറയുമ്പോ UX അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡിസൈൻ എന്ന് പറയുമ്പോൾ അവരതിന്റെ UI പാർട്ടിലേക്കാണ് പലപ്പോഴും നോക്കുന്നത്. UI/UX എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ അർജുൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു ഫിസിക്കൽ അല്ല, ഒരു സ്ക്രീനിനെ മാത്രമല്ല അത് കൺസേൺസ് ഓൾ ആസ്പെക്ട്സ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാരിറ്റിയാണ് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നത്. ബിക്കോസ് എല്ലാവരും ഈ കീവേഡ്സും ഇപ്പോഴത്തെ ഈ ഹൈപ്പും കേട്ടിട്ട് ഓക്കെ സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറഞ്ഞ പോകുന്നതിനേക്കാളും ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ UI/UX ഡിസൈനേഴ്സ് എനിക്കൊന്നും എല്ലാ കമ്പനീസിലും ഓട്ടോമോട്ടീവ് സ്പേസ് ടു ഫർണിച്ചർ. അതിന്റെ ഒരു മെയിൻലി ഐ തിങ്ക് വൺ ഓഫ് ദ റീസൺ കുഡ് ബി സ്ക്രീൻസ്, അല്ലെങ്കിൽ UI വേണ്ടി വരുന്ന ഒരു എലമെന്റ് അതിലേക്കും പതുക്കെ കയറി തുടങ്ങി. ഇപ്പൊ ഒരു കാറ് പറയുകയാണെങ്കിൽ ഇപ്പൊ സ്ക്രീൻ വന്നു തുടങ്ങിയത്. അപ്പം ഡെഫിനറ്റ്ലി അതിന്റെ ഒരു എന്താ പറയാ എഫക്റ്റ് ആണ്. അങ്ങനെ സ്ക്രീന് ഇപ്പം അത് സ്ക്രീൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് നൈസസ്റ്റ് എക്സാമ്പിൾ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ബീയിങ് ദ സെയിം. അത് വളരെ ഈസിയസ്റ്റ് അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതിനാൽ തന്നെ അത് പല സ്ഥലത്തും ഇപ്പൊ നമ്മള് പ്രതീക്ഷിച്ചു തുടങ്ങി. എക്സ്പെക്ട് ചെയ്യുന്നു ഇതിന്റെ സ്ക്രീൻ അവിടെ. അതാണ് ഇപ്പം എന്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, എക്സ് കൊളീഗ്. പുള്ളി ഇപ്പം UK-യിലാണ്. പുള്ളിയുടെ മകള് പുസ്തകം സ്ക്രോൾ ചെയ്യാൻ നോക്കാം. ഇപ്പം അതാണ് നമ്മളെ ഈവൺ സ്മോൾ ചൈൽഡ് അവളും എക്സ്പെക്ട് ചെയ്യാണ് ഇതെന്താ. ഇതുപോലെ ചെറിയ പിള്ളേർ ഇപ്പൊ സംസാരിക്കാനോ വായിക്കാനോ കഴിവില്ലാത്തവർക്ക് വരെ ഐക്കൺസ് അവർക്ക് അറിയാം. അപ്പൊ അതാണ് പ്രതീക് പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് ഈ ഒരു ഡൊമൈൻ അതിന് എനിക്ക് തോന്നുന്നത് നല്ല റെലവൻസ് ആണ്. ബിക്കോസ് അത് ടാൻജിബിൾ ആണ്, തൊടണം, നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, എടുത്ത് കയ്യിൽ പിടിക്കാൻ പറ്റും. അങ്ങനെ ഉള്ളൊരു ഡൊമൈനിന് നല്ല അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും ഉണ്ടാവും. ഞാൻ വളരെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനൊക്കെ ഫോം മാറി മുഖത്തെത്തി ഈവൺ മൈൻഡിലെത്തി കഴിഞ്ഞാലും ടച്ച് ചെയ്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിക്ക് എന്തായാലും അതിൻ്റെതായ ഒരു റെലവൻസ് എന്തായാലും നമുക്ക് വി ഹാവ് ടു മൂവ് അറൗണ്ട്, നമ്മൾക്ക് എല്ലാ സംഗതിയായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിൻ്റെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഐ തിങ്ക് UI/UX ഡിസൈൻ എഗെയിൻ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഇപ്പം AI ബൂമിലൂടെയൊക്കെ ജനറേറ്റീവ് AI ബൂമിലൂടെയൊക്കെ UI ഡിസൈനേഴ്സിന് കുറച്ച് എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഹെഡ് സ്റ്റാർട്ട് അവരത് ലെവറേജ് ചെയ്യണം. അല്ല അതല്ലാതെ ഞാൻ വരച്ചോളാം, ഞാൻ ഐക്കൺ ഡിസൈൻ ചെയ്തോളാം, ഓക്കെ ഇപ്പം മേ ബി പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതാവും ഇൻഡസ്ട്രിയുടെ എക്സ്പെക്ടേഷൻ. നിങ്ങൾ എന്തുകൊണ്ട് AI യൂസ് ചെയ്യുന്നില്ല? ഇപ്പോൾ തന്നെ അതൊരു എക്സ്പെക്ടേഷൻ ആയി മാറി. വീഡിയോ എഡിറ്റിംഗ് ആയാലും മ്യൂസിക് കമ്പോസിംഗ് ആയാലും, മ്യൂസിക് കമ്പോസിംഗ് ഇൻഡസ്ട്രി വലിയ ഇറ്റ് ഈസ് ഫേസിംഗ് എ ബിഗ് ചാലഞ്ച്. ബിക്കോസ് ഞാൻ തന്നെ ഇപ്പൊ യൂട്യൂബിൽ പോകുമ്പോൾ നമ്മുടെ ഇമാജിനറി ആർട്ടിസ്റ്റ് മാഷപ്പ് AI ജനറേറ്റഡ് പാട്ടുകളൊക്കെ ഞാൻ അത്ര ഓഡിയോ എക്സ്പേർട്ട് അല്ല, പക്ഷെ കേട്ട് നോക്കുമ്പോൾ പാസബിൾ. അത് യു ക്യാൻ എൻജോയ് ദാറ്റ് കൈൻഡ് ഓഫ് മ്യൂസിക് ഓൾസോ. ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് കഴിഞ്ഞാല് എന്താണ് റിയൽ, എന്താണ് അപ്പം അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു മേഖലയും കൂടി ഉണ്ടാവും. അത് അതിൻ്റെതായ സാധ്യതകളുള്ള ഒരു ഇൻഡസ്ട്രി ആയി വരും. കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് ഇനി കൂടും. ഒരു ഫോർ എ ലോങ് എമൗണ്ട് ഓഫ് ടൈം ഫോട്ടോഷോപ്പ് സിംഗിൾ ഫ്രെയിമിനെ എന്തും ചെയ്തേക്കാന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇനി അങ്ങോട്ട് ഈവൻ മൂവിങ് പിക്ചേഴ്സ് ഓൾസോ നമുക്ക് കാണുമ്പോൾ ന്യൂസ് ആയാലും അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവോ, അതെ. അപ്പം റെലവൻസ് ഉണ്ടാവും. AI-യും റിയലിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സോഫ്റ്റ്വെയർ ആയാലും അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഇൻഡസ്ട്രി ഉണ്ടാവും. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കയറി പറ്റാൻ നാച്ചുറലി അത് തന്നെ നാച്ചുറലി ഇറ്റ് വിൽ ഇനേബിൾ യു ഗെറ്റ് ഇൻടു ദാറ്റ് ഫീൽഡ്. എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നുള്ള ബ്രോഡ്
ബ്രോഡ് കൺക്ലൂഷൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും UX അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡിസൈൻ ഞാൻ പറയാം. എക്സ്പീരിയൻസ് ഡിസൈൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിന്റെ തന്നെ നമ്മൾ എന്ത് സാധനം എടുത്താലും അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ബ്രോഡർ ടേമിൽ അതിനെ കാണാൻ നോക്കുക. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സ്ക്രീൻസ്, ഈവൻ ദോ സ്ക്രീൻസ് ഒരു വലിയ പാർട്ടാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ ജനറൽ ഹ്യൂമൻ സെന്റേർഡ് ആയിട്ടുള്ള ഡിസൈൻ. ഹ്യൂമൻ സെന്റേർഡ്, ദാറ്റ്സ് എ വെരി പവർഫുൾ വേർഡ്. ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് ആയിരിക്കും. കാരണം ഒരു ഇപ്പൊ ഞാൻ സാംസങ്ങിൽ വർക്ക് ചെയ്യുന്ന ടൈമില് സാംസങ്ങിന് തന്നെ പല പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം ഇല്ല എനിക്ക് ഈ ഒരു സംഗതി മാത്രം ഫോക്കസ് ചെയ്യണം എന്നുള്ളത് UX ഡിസൈനറിന് ചിലപ്പോൾ ഒരു ചാലഞ്ച് ആയിട്ട് വരും. പല കാര്യങ്ങളിൽ ബ്രോഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു പിച്ച്. ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്ത ടൈമിൽ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ തോന്നി, വാട്ട് യു ഫീൽ, വാട്ട് ഷുഡ് ഐഡിയലി ബി ഫെൽറ്റ്, അങ്ങനത്തെ ഒരു വൊക്കാബുലറി അത് നർച്ചർ ചെയ്തെടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ടൈമിലൊന്നും ഇതൊന്നും പറഞ്ഞാൽ ആ ടൈമിൽ ഇൻഡസ്ട്രി ഓൾസോ അതെ ആ ഒരു ടൈമിൽ 2017 അല്ലെങ്കിൽ 2016 ആ ഒരു ടൈമിൽ ആ ഒരു ആപ്പ് ബൂം അതൊന്നും നടന്നില്ലായിരുന്നു. ഇപ്പം കാലം ഇത്രയും മാറി. അപ്പം അഗൈൻ കീപ്പിംഗ് അപ്പ് വിത്ത് ട്രെൻഡ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല നല്ല യൂട്യൂബ് ചാനൽസുകളുണ്ട്. ഇപ്പം പ്രതീകിന്റെ ചാനലുള്ള വേറെയും കുറെ ചാനലുകളുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുക. അതൊക്കെ ഒരു നല്ലൊരു അപ്രോച്ച്, നല്ലൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും. അപ്പം ദാറ്റ് ഷുഡ് റിയലി ഹെൽപ്പ്, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഒരു UX ഡിസൈനർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡിസൈനറിന്റെ ഫേസ് ചെയ്യേണ്ടി വന്ന ചില ചാലഞ്ചസ് ഉണ്ട്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഇപ്പം റിക്രൂട്ടേഴ്സ് ആയാലും ഈവൻ ഇഫ് യു ആർ ഇൻ എ കമ്പനി, നിങ്ങൾക്ക് ആ വാല്യുബിൾ തോട്ട് അല്ലെങ്കിൽ എല്ലാം കെയോസ് ആണ് എപ്പോഴും. എല്ലാവരുടെയും പല പ്രോജക്റ്റുകൾ ഉണ്ടാവും, എല്ലാവർക്കും ലൈഫിൽ പല ചാലഞ്ചസുകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ എല്ലാം ഇടയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഐഡിയ, ആശയം, അത് എത്രമാത്രം എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനിപ്പം ഇറ്റ് മൈറ്റ് ബി ആസ് സിമ്പിൾ ആസ് എ PPT, or it might be as complicated as a very well-designed motion graphic video explaining as of. അപ്പൊ ആ ഒരു റേഞ്ച് ഉണ്ട്. അതില് എത്രയും എഫക്റ്റീവായിട്ട് ഒരു സംഗതി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു കഴിവ് അത് ഉണ്ടെങ്കിൽ യു ആർ സോർട്ടഡ്. ബിക്കോസ് എന്റെ ഒപ്പീനിയൻ ആണെങ്കിൽ സോഫ്റ്റ്വെയറും ടൂൾസും ഒക്കെ വിൽ കം ആൻഡ് ഗോ, അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോന്നിന് ഓരോ റെലവൻസ് ഉണ്ടാവും. അഡോബി എല്ലാവരും പറയുന്ന പോലെ ഒരു ഓൾ ഇൻ ഓൾ ആൻഡ് എവർലാസ്റ്റിംഗ് സംഗതിയായിട്ട് ഉണ്ട്. പിന്നെ അതിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ചിലർക്ക് നല്ലോണം വരക്കാൻ പറ്റിയും വരും, അവര് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈവൻ വിത്ത് ഫ്യൂ വേർഡ്സ് വളരെ അടിപൊളി ഒരു കോൺസെപ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈക്വലി വർക്ക്. അത് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ടർ വിൽ സീ ഇറ്റ്. ഓക്കെ, അങ്ങനെയുള്ളൊരു തോട്ടാണ് എനിക്കുള്ളത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടാലന്റഡ് ആർട്ടിസ്റ്റിന് അവരുടേതായ ദേ ക്യാൻ ലെവറേജ് ദാറ്റ് സ്കിൽ. ഇപ്പൊ അതില്ലെങ്കിൽ യു ഹാവ് ടു എന്താണ് ആ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വഴി, അല്ലെങ്കിൽ ഇത് ആണ് എന്റെ ഈ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. അത് റിഫൈൻമെന്റിലൂടെ എത്തും. ഫസ്റ്റ് ട്രൈ ചെയ്ത സംഗതി തന്നെ ആണെന്നില്ല ബെസ്റ്റ്. അപ്പം അതിലേക്ക് എത്താനുള്ള ഒരു കഴിവുണ്ടാവും. ഞാൻ ഒരു ടെഡ് ടോക്ക് ഉണ്ടായിരുന്നു, അതില് ഒരു ഗായ് കവാസാക്കി, ആള് വളരെ മാർക്കറ്റിംഗിലൊക്കെ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിവേറ്റർ പിച്ച്. അപ്പം ഒരു എലിവേറ്റർ ഒരു 10th ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തുന്നതിന്റെ ഇടയിൽ ഒരു ആൾക്ക് ഒരു എക്സിക്യൂട്ടീവിനോട് പിച്ച് ചെയ്യാൻ പറ്റണം. അത്ര കൺസൈസ് ആയിരിക്കണം ആള്. അതിന്റെ കൂടെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അത് യു ക്യാൻ സെർച്ച് ടെഡ് ടോക്സ്, അതിലുണ്ടാവും. അപ്പൊ ആള് പറഞ്ഞത് അതാണ്, ആ അത്രയും ഒരു 15-20 സെക്കൻഡ്സിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു എർത്ത് ഷാറ്ററിംഗ് ഐഡിയ എവരിബഡി വിൽ ഹാവ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ടു ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ടൈം. ദാറ്റ് ഈസ് മോസ്റ്റ് കീ. സോ ഈ എലിവേറ്റർ പിച്ച് റിയലി ട്രാൻസ്ലേറ്റ്സ് ടു എനി ഇന്റർവ്യൂ യു മൈറ്റ് ഹാവ് ടു ഗിവ്. അത് സ്റ്റുഡന്റ് ആയി കയറാനുള്ള NID കയറാനുള്ള ഇന്റർവ്യൂ ആവാം, അത് ജോബ് ഇന്റർവ്യൂ ആവാം.
സോ ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. ഐഡിയ അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഐഡിയ ഇസ് ദ ഫസ്റ്റ് തിങ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇസ് ദ സെക്കൻഡ് തിങ്. അപ്പൊ ഈ ബാക്കി അതിന് ചുറ്റുമുള്ളതൊക്കെ ആർ ഇനേബിളേഴ്സ് ടു ബി ഏബിൾ ടു ഡു സോഫ്റ്റ്വെയർ കഴിവ്. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോ ഹൗ ക്യാൻ വൺ ബിക്കം എ ഗുഡ് എക്സ്പീരിയൻസ് ഡിസൈനർ? എങ്ങനെയാണ് നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ഡിസൈനർ ആവാൻ പറ്റുക എന്നുള്ളതിന്റെ ടിപ്സ് എന്തൊക്കെയായിരിക്കും അതിന്റെ സൈഡിൽ? എങ്ങനെയത് എന്റെ ഒപ്പീനിയൻ സബ്ജക്റ്റീവ് ആയിട്ട് ഇപ്പൊ എന്റെ എക്സാമ്പിളില് വർക്കായ കാര്യങ്ങള് എന്റെ ടൈമില് വർക്കായതാവാ, അതിന് ഈ ലൈക് 10 years later അതിൻ്റെതായ ഡിഫറെന്റ് വേർഷൻ ഉണ്ടാവാം. പൊതുവെ ഓൾറെഡി ഞാൻ വീണ്ടും റീഇറ്ററേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒരു വേൾഡ് നോളജ്, നല്ലൊരു ജനറൽ നോളജ് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഡിസൈൻ പുസ്തകങ്ങളുണ്ട്, അതും നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് ഒരു ഐഡിയ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഡോൺ നോർമന്റെ ഒക്കെ ബുക്സ് ഉണ്ട്, അതൊക്കെ വളരെ അദ്ദേഹത്തിന്റെ ഒക്കെ അത്രയും വാസ്റ്റ് എക്സ്പീരിയൻസ് ഒരു ബുക്കായിട്ട് ഈസി ആയിട്ട് നമുക്ക് കിട്ടല്ലോ. അപ്പൊ അത് യൂസ്ഫുൾ ആവും. പിന്നെ ഇപ്പം ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ നോക്കുന്നായാലും അവർക്കും ഉണ്ടാവും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ. അപ്പൊ അതില് ഹെൽപ്പ് ചെയ്യും നമ്മള് ഒരു നല്ലൊരു വേൾഡ് നോളജും ജനറൽ നോളജും ഉണ്ടെങ്കിൽ. ഇത് ഡിസൈൻ എഡ്യൂക്കേഷൻ ഇതിനകത്തൊരു എസെൻഷ്യൽ പാർട്ടാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഐ വുഡ് സേ യെസ് ടു എ സർട്ടൺ എക്സ്റ്റെന്റ്. പക്ഷെ അതിന്റെയും കൂടുതൽ ഇപ്പം കറക്റ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗെറ്റ് ഇൻ. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് ദാറ്റ് ഓവർ-ആർച്ചിങ് നോളജ്. ജസ്റ്റ് എക്സാം പാസ്സാകാൻ വേണ്ടി പഠിച്ചത് പോലെ അല്ലാണ്ട് ഞാൻ എന്റെ NID എക്സാം പാസ്സായതിന്റെ എക്സ്പീരിയൻസിൽ പറയുന്നത് അവരും പല ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, യു മൈറ്റ് റിമെമ്പർ. അത് അതിനുവേണ്ടി കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതൊക്കെ ഓൺലൈൻ എന്തായാലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരുവിധം കിട്ടും. അത് വെച്ച് യെസ് യു ക്യാൻ പ്രാക്ടീസ്, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. അപ്പൊ നല്ലൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു തരാം. ബട്ട് ഈവൺ ഇഫ് യു പാസ് ദി ഇന്റർവ്യൂ, ഐ മീൻ ദ എൻട്രൻസ് എക്സാം, അതിനുശേഷം ഇന്റർവ്യൂ ആണ്, അതില് they might ask you anything under the sun, literally anything under the sun. So എക്സാം പാസ്സാകാൻ വേണ്ടി ഓഫ് കോഴ്സ് യു ലുക്ക് അറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പക്ഷെ ആ ഇന്റർവ്യൂ റൂമിൽ യു സ്റ്റിൽ ഹാവ് ടു ബി ഏബിൾ ടു ആൻസർ ലൈവ് ഇൻ ഫ്രണ്ട് ഓഫ് എ പേഴ്സൺ. അവിടെ കോപ്പൈലറ്റോ ഒന്നും വരാൻ പോകുന്നില്ല, യു വോണ്ട് ബി ഏബിൾ ടു ലുക്ക് അപ്പ് എനിത്തിങ്. സോ ഐ വുഡ് സേ സ്റ്റിൽ ഹാവ് ദാറ്റ് ക്യൂരിയോസിറ്റി, ഹാവ് ദാറ്റ് വേൾഡ് നോളജ്, ജനറൽ നോളജ്, നല്ല UX തോട്ട് പ്രോസസ്സസ് അല്ലെങ്കിൽ UX അപ്രോച്ചസ് എന്തൊക്കെയാണ്, അത് ബുക്സ് ഒക്കെ വായിച്ച് കുറച്ച് ഫെമിലിയറൈസ് ആയി കഴിഞ്ഞാൽ അറ്റ് എ സ്റ്റുഡന്റ് ലെവൽ ഇറ്റ്സെൽഫ് ഇഫ് യു നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് ഇന്റർവ്യൂ ആരാണോ ചെയ്യുന്നത് അവർക്കും മനസ്സിലാവും, ഓക്കെ ഇയാള് ഇത്രയൊക്കെ സ്വന്തമായിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ ഒരു എക്സ്പോഷർ, ഇത്രയും സ്റ്റുഡൻസും ടീച്ചേഴ്സും ആയിട്ടുള്ള എക്സ്പോഷറും കൂടെ ഈ ഒരു കാൻഡിഡേറ്റിന് അത്രയും വാല്യൂബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് ഉപയോഗപ്രദം. അങ്ങനെയാണ് ഞാൻ ഡിസൈൻ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ബട്ട് അതിനോട് തന്നെ എന്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് സ്വന്തമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി, നോളജ് ഉണ്ടാക്കാനുള്ള ഒരു once again thank you Arjun for being here. Sure. And എനിക്ക് തോന്നുന്നു ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്നോട് അർജുനോട് ചോദിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമന്റ്സിൽ എഴുതി അറിയിക്കുക. ഇന്നത്തേക്ക് ഇത്ര തന്നെ. അപ്പം താങ്ക് യു.